എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സത്രാജിത്തിൻ്റെ മരണവും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളുമാണ്. സത്രാജിത്തിന് മകളായ സത്യഭാമയെ ശ്രീകൃഷ്ണന് കൊടുക്കാൻ ഒരിക്കലും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിനു മുമ്പ് തന്നെ ശതദ്രുനാവ് എന്ന ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്കാണ് അവിചാരിതമായി ഇങ്ങനെ സെമന്തകമണി കൊണ്ട് അനുജൻ പ്രസന്നൻ പോയി. പ്രസന്നൻ മരിക്കപ്പെട്ടു. അതിനുശേഷം കൃഷ്ണൻ്റെ പേരിൽ ഉള്ള ചീത്തപ്പേരൊക്കെ വെച്ചിരുന്നു, മോഷണക്കാരൻ എന്നൊക്കെ. അതിനുശേഷം ശ്രീകൃഷ്ണൻ അതിനെ കണ്ടുപിടിച്ച് കൊണ്ടു കൊടുത്തു. അതിൻ്റെ പ്രായച്ചിത്തമായി രുക്മിണിയെ സത്യഭാമയെ വിവാഹം കൊടുത്തു. രുക്മിണിയല്ല കേട്ടോ, സത്യഭാമയെ വിവാഹം കൊടുത്തു. രുക്മിണി എന്നറിയാതെ പറഞ്ഞു പോയി, പോട്ടെ. സത്യഭാമയെ വിവാഹം കൊടുത്തു, മകളായ സത്യഭാമ. പക്ഷേ അന്ന് മുതൽക്ക് തനിക്ക് പറ്റിയ അപമാനത്തിന് പകരം വീട്ടണം എന്നുകൊണ്ട് ശതദ്രുനാവ് അന്ന് പ്രതിജ്ഞ ചെയ്ത് ഈ സത്രാജിത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പഴിവാങ്ങണം എന്നുള്ള മനസ്ഥിതിയോടുകൂടി നടക്കുകയായിരുന്നു. അതങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യഭാമയെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് രാമകൃഷ്ണന്മാരോട് അച്ഛൻ ഒന്ന് ഉപദേശിച്ചു. അവിടെ പാണ്ഡവർ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടിയാണല്ലോ കുന്തിദേവി. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അവർ അങ്ങോട്ടേക്ക് പോയി. ഈ സന്ദർഭം നോക്കി അക്രൂരനെയും കൃതവർമാവിൻ്റെയും സഹായത്തോടു കൂടെ അദ്ദേഹം നിരന്തരം, അതായത് ശതദ്രുനാവ് നിരന്തരം അക്രൂരനെയും കൃതവർമാവിനെയും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന് സത്രാജിത്തിനെ വധിച്ച് സാമന്തകമണി എടുത്തുകൊണ്ട് പോകണമെന്നുള്ള ഉദ്ദേശമായിരുന്നു. അതിന് അദ്ദേഹം സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം കൃതവർമാവിനെയും അക്രൂരനെയും അദ്ദേഹം സ്വാധീനിച്ച് ഈ സത്രാജിത്തിനെ രാത്രി വെട്ടിക്കൊന്ന് ആ സാമന്തകമണി എടുത്തുകൊണ്ട് പോയി. ആ സമയത്ത് ഇവരും കൂടെ ഉണ്ടായിരുന്നു, ഇവരും കണ്ടിട്ടുണ്ട്. ആരെ? കൃതവർമാവും അക്രൂരൻ ഉണ്ടായിരുന്നു. അവരങ്ങനെ പോയി. അപ്പോൾ സത്രാജിത്ത് മരണപ്പെട്ട വാർത്ത അറിഞ്ഞ ഉടനെ സത്യഭാമ മോഹാത്സ്യപ്പെട്ടു പോകണു. എന്താ അച്ഛനാണല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴേക്കും എല്ലാവരും കൂടി ആ സമയത്ത് രാമകൃഷ്ണന്മാർ അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. ഉടനെ അവിടേക്ക് ആളെ അയച്ചു. അപ്പോൾ ഉഗ്രസേനൻ പറഞ്ഞു, ഈ ശവത്തിനെ എണ്ണപ്പാത്തിയിലിട്ട് വയ്ക്കുക. അന്നത്തെ കാലത്ത് അതായിരുന്നു പതിവ്. മരണശേഷം ശവത്തിനെ എണ്ണപ്പാത്തിയിലിട്ട് വയ്ക്കും. ആരെങ്കിലും വരാനുണ്ടെങ്കിലോ എന്നാൽ ഐസ് പെട്ടിയൊന്നും ഒന്നുമില്ല, എണ്ണപ്പാത്തിയിലിട്ട് വയ്ക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉഗ്രസേനൻ്റെ ഉപദേശപ്രകാരം ദ്വാരകയിൽ ഇദ്ദേഹത്തിനെ ഈ ശവത്തിനെ വെച്ചു. എന്നിട്ട് ഹസ്തിനാപുരത്തേക്ക് ആൾക്കാരെ അയച്ചു. കാരണം ഹസ്തിനാപുരത്തേക്കാണല്ലോ അവർ പോയിരിക്കുന്നത്. അവിടേക്ക് ആളെ അയച്ചു. ഈ വിവരം കിട്ടിയതിന് രാമകൃഷ്ണന്മാർ ഉടനെ ഇവിടെ വന്ന് ഈ ശതദ്രുനാവിനെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള പുറപ്പെടുന്ന സമയത്താണ് ഒരു മെസ്സേജ് വരുന്നത്. ആരാണ്? പാഞ്ചാലി സ്വയംവരത്തിനുള്ള ഇൻവിറ്റേഷൻ കൊണ്ട് അവിടെ വരികയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ശരി, ഇനി അതേതായാലും കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ് പാഞ്ചാലി സ്വയംവരത്തിന് വേണ്ടി രണ്ടുപേരും കൂടെ പോയി. ആ സ്വയംവരമെല്ലാം കഴിഞ്ഞ ഉടനെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ശതദ്രുനാവിനെ അന്വേഷിച്ചുകൊണ്ട് പോയി. അദ്ദേഹം എന്ത് ചെയ്തു? കുതിരപ്പുറത്ത് കയറി തന്നെ അന്വേഷിച്ച് വരുന്നുണ്ട് രാമകൃഷ്ണന്മാർ, ഇവരെ ജയിക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം കുതിരപ്പുറത്ത് കയറി സവാരി ഇങ്ങനെ പോയി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. ആ സമയത്ത് കൃതവർമാവിനോടും അക്രൂരനോടും സഹായം അഭ്യർത്ഥിച്ചു. അവർ നിരസിച്ചു. സഹായം നിരസിച്ച സമയത്ത് ഇദ്ദേഹം അങ്ങനെ പോയി. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആ
ശ്യാമന്തമണി അക്ബറിനെ ഏൽപ്പിച്ചു ഇദ്ദേഹം. എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കി. പിന്നാലെ രാമനും കൃഷ്ണനും. ഇദ്ദേഹം ഓടി 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 മിഥില, ജനകരാജാവിൻ്റെ രാജധാനിയായ മിഥിലയുടെ പ്രാന്തപ്രദേശത്ത് എത്തിയതും ഈ കുതിര വീണ് മരിച്ചുപോയി. പിന്നെ അദ്ദേഹം ഓട്ടമായിരുന്നു. ജനക മഹാരാജാവ് എന്ന് പറഞ്ഞ സീതയുടെ അച്ഛനല്ല കേട്ടോ അത് മറ്റേ ത്രേതായുഗത്താണ്, ഇത് ദ്വാപരയുഗമാണ്. അതല്ലാതെ ആ പേര് വെച്ച് ആ പരമ്പരയിലുള്ള അന്ന് ജീവിച്ചിരുന്ന മഹാരാജാവായിരുന്നു ജനകൻ. അദ്ദേഹം തൻ്റെ പൂർവികരുടെ പേര് വെച്ച് ജീവിക്കുന്ന ജനകനാണ് ഇത്, മറ്റേ ജനകനല്ല എന്നർത്ഥം. മിഥിലയും രാജ്യമൊക്കെ അത് തന്നെയാണ്, പക്ഷെ പേര് മാത്രം അദ്ദേഹം ആ പേര് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ എത്തിയ സമയത്ത് ഈ കുതിര ചത്തുപോകുന്നു. പിന്നെ ഇത് ഓട്ടോയി ഓടി ചെന്ന് ഇവർ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് യുദ്ധം ചെയ്ത് കൊന്നു. രണ്ടുപേരും കൂടി കൊന്നിട്ട് നോക്കിയ സമയത്ത് എന്താണ്, എല്ലാ ശരീരവും വസ്ത്രവും എല്ലാം അഴിച്ചു നോക്കിയ സമയത്ത് ഈ ശ്യാമന്തമണി കിട്ടിയില്ല. അപ്പോൾ ഇവർക്കൊരു തോന്നൽ എന്താണ്, ഓ നിരപരാധിയായ ഒരാളെ നമ്മൾ കൊന്നോ, ഇദ്ദേഹം ആയിരിക്കില്ലേ എന്ന് വിചാരിച്ച, ശ്യാമന്തമണിയും കാണാനില്ല എന്ന് വിചാരിച്ച. അപ്പോൾ ബലഭദ്രസ്വാമി എന്ത് പറഞ്ഞു, ഇത് അക്രൂരനായിരിക്കും ചെയ്തിരിക്കുന്നത്, കൃതവർമ്മോ അക്രൂരനോ അവിടെ ഇല്ലല്ലോ, അപ്പോൾ ഇവരാരെങ്കിലും ആയിരിക്കും ചെയ്തിരിക്കുന്നത് എന്ന് അക്രൂരനാണെന്ന് ബലഭദ്രസ്വാമിയും പറഞ്ഞു. അല്ല, കൃതവർമ്മയാണ് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഇങ്ങനെ ഇവർ തമ്മിൽ ഒരു തർക്കമായി. അപ്പോൾ ബലഭദ്രസ്വാമി പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യാം, നീ അവിടെ ദ്വാരകയിൽ പോയി അന്വേഷിക്കുക, ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുക. അത് കഴിഞ്ഞ് ഞാൻ വരാം, അതുവരെ ഞാൻ ഇവിടെ ഒന്ന് താമസിക്കാം. ജനക മഹാരാജാവിൻ്റെ അതിഥിയായി ഞാനിവിടെ കുറച്ചു കാലം ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു അദ്ദേഹം. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയ്ക്കും ഇദ്ദേഹം ഇവിടെയും താമസിച്ചു. ഇവിടെ 4 വർഷം ജനക മഹാരാജാവിൻ്റെ അതിഥിയായി ബലഭദ്രസ്വാമി താമസിച്ചു. ഈ കാലഘട്ടത്തിലാണ് ദുര്യോധനൻ വന്ന് ഗദായുദ്ധത്തിന് പരിശീലനം വെച്ച് ശിഷ്യത്വം സ്വീകരിച്ച് ഗദായുദ്ധം പഠിക്കുന്നത് ഇവിടെ വെച്ചാണ്, മിഥിലയിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണൻ അവിടെ പോയി. ഈ കൃതവർമാവും അക്ബറിനും എന്ത് ചെയ്തു വെച്ചാൽ, ഇനി അടുത്ത നമ്മളെ ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും എന്ന് വിചാരിച്ച് നേരെ കാശി രാജ്യത്തേക്ക് സ്ഥലം വിട്ടു. അവിടെ ജീവിക്കാൻ തുടങ്ങി. പ്രായശ്ചിത്തമൊക്കെ ഇതിലൊക്കെ പ്രായശ്ചിത്തം ചെയ്തതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ശ്രീകൃഷ്ണൻ ഇവിടെ വന്ന സമയത്ത് എന്താണ്, ദ്വാരകയിൽ ഭയങ്കര വരൾച്ച, വെള്ളമില്ല, മഴയില്ല. കുറേ ദിവസമായി, വർഷങ്ങളായി മഴയില്ല. ഇതിനെന്ത് പോകുമ്പോൾ എന്ന് വിചാരിച്ച ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു, പല ആളുകളെയും വിളിച്ചു. വയസ്സായ ആൾക്കാരെ, അന്നത്തെ കാലത്തുള്ള വയസ്സായ ആൾക്കാരെയൊക്കെ വിളിച്ചു. ഇതിനെന്താ പോകും വഴി ചോദിച്ചു. അദ്ദേഹത്തിന് സാധിക്കാത്തതാണോ മഴ പെയ്യ്ക്കാൻ? അതല്ല, അദ്ദേഹം മനുഷ്യനായ രീതിയിൽ അവിടെ പെരുമാറിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, പണ്ട് കാശി രാജ്യത്ത് ഇതുപോലെ വരൾച്ച സംഭവിച്ച സമയത്ത് അവിടുത്തെ മഹാരാജാവ് ശൊബൽക്കൻ എന്ന ഒരു മുനിയെ വരുത്തിയാൽ മഴ പെയ്യും എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വരുത്തി. ആ സമയത്ത് ഭയങ്കര മഴയുണ്ടായി. അതിൻ്റെ ഫലമായി കാശി രാജാവ് ശൊബൽക്കന് തൻ്റെ പുത്രിയായ ഗാന്ധിനിയെ വിവാഹം ചെയ്തു കൊടുത്തു. അതിലുണ്ടായ പുത്രനാണ് അക്രൂരൻ. അതുകൊണ്ട് അക്രൂരൻ വന്നാൽ ഒരുപക്ഷെ ഇവിടെ മഴ പെയ്യും, കാരണം അച്ഛൻ്റെ പരമ്പരയുണ്ടാവുമല്ലോ എന്ന് കൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാന് സാധിക്കാത്ത ആണല്ലോ, സാധിക്കാത്ത ഈ ലോകത്തൊന്നുമില്ലല്ലോ. പക്ഷേ അദ്ദേഹം സാധിക്കാത്ത വിധം നടിച്ചു അവിടെ. ഉടനെ ചാരന്മാരെ അയച്ചു, ഇവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. കണ്ടുപിടിക്കുക മാത്രമല്ല, കയ്യോടുകൂടി കൂട്ടിക്കൊണ്ടുവരാനും അദ്ദേഹം അവരോട് പറഞ്ഞയച്ചു. ഇവരന്വേഷിച്ച സമയത്ത് ഇവർ കാശിയിൽ ബനാറസിലുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വന്ന് ഈ കൃഷ്ണൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു.
അങ്ങനെ അക്രൂരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ മഴയും പെയ്യും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അക്രൂരനോട് പറഞ്ഞു, അക്രൂര, ഈ ശ്യാമന്തകമണി നിങ്ങളുടെ കയ്യിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കത് സന്തോഷമായി, നിങ്ങൾ തന്നെ കയ്യിൽ വയ്ക്കുക. പക്ഷേ ഇത് എല്ലാവരെയും അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, അതുകൊണ്ട് ഇത് തന്ന്. അപ്പോൾ അക്രൂരൻ വേഗം കാല് പിടിച്ചു, ഭഗവാനെ, എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ വേണമെന്ന് ചെയ്തതല്ല, എൻ്റെ ജീവൻ എനിക്ക് കൊതിയുള്ളതുകൊണ്ട് ഭയന്നിട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ നാട് വിട്ടതാണ്, എനിക്കിതിൻ്റെ ആവശ്യമില്ല പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാരമില്ല അക്രൂര, താൻ ചെയ്ത തെറ്റിനെ ഞാൻ എപ്പോഴും ക്ഷമിക്കുന്നുണ്ട്, താൻ എൻ്റെ ഭക്തനാണല്ലോ, ക്ഷമിക്കാം എന്ന് പറഞ്ഞ് ഈ സാമന്തമണിയത്തെ എല്ലാവർക്കും കാട്ടിക്കൊടുത്തു. ഇതിൻ്റെ സത്യാവസ്ഥ ഇന്നതാണ് എന്ന് പറഞ്ഞ് സത്യഭാമയ്ക്ക് കൊടുത്തു. സത്യഭാമയോട് സമ്മതത്തോടുകൂടി വീണ്ടും ഇത് അക്രൂരനെ അദ്ദേഹം സമ്മാനിച്ചു. അദ്ദേഹം ഇതെന്തിനാ അറിയോ ചെയ്ത്, അത് പറയാം ഞാൻ. അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഉദ്ധവരുടെ ഭക്തിക്കും അക്രൂരൻ്റെ ഭക്തിക്കും വ്യത്യാസമുണ്ട്. രണ്ടുപേരും നിഷ്കളങ്കന്മാർ തന്നെയാണ്, നിഷ്കളങ്ക ബ്രഹ്മതത്വം ഭക്തി തന്നെയാണ് രണ്ടുപേരെയും. പക്ഷേ ഉദ്ധവരുടെ ഭക്തി അക്രൂരൻ്റെ ഭക്തിയേക്കാൾ കുറച്ച് കൂടുതലാണ്. അതായത് ഒരു ഓട്ടപ്പന്തയത്തിന് രണ്ടുപേരും നിർത്തി രണ്ടുപേരും തുല്യമായി ഓടുന്നു എന്ന് നമുക്ക് കണക്കാക്കുക. ഫിനിഷിംഗ് പോയിന്റിൽ രണ്ടുപേരും ഒപ്പൊത്തി. നഗ്ന സത്യങ്ങൾ കൊണ്ട് നമുക്ക് രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റില്ല ആരാണ് ഫസ്റ്റ് എന്ന്. അപ്പോൾ എന്താ ചെയ്യും, നമ്മൾ ഫോട്ടോ ഫിനിഷ് എന്നൊന്നുണ്ട് ഈ കാലത്ത്. ആ ഫോട്ടോ ഫിനിഷിൽ വെച്ച് നോക്കും. അപ്പോൾ ഒരംശം ആരെങ്കിലും മുന്നിലുണ്ടാകും, അപ്പോൾ അയാൾക്ക് ഫസ്റ്റാകും. അതുപോലെ തന്നെ അതേ സ്ഥിതി തന്നെയാണ് അക്രൂരനും ഉദ്ധവരും. രണ്ടുപേരും തുല്യഭക്തന്മാരാണ്. പക്ഷേ അക്രൂരനേക്കാൾ ഒരംശം ഉദ്ധവർക്കുണ്ട്. അക്രൂരൻ കൃഷ്ണനെ മറച്ചിട്ടാണ് ഇത് ചെയ്തത്, അല്ലേ? അല്ലെങ്കിൽ കൃഷ്ണനോട് നേരിട്ട് പറയാമായിരുന്നല്ലോ, ഇതെങ്ങനെ എനിക്ക് തന്നിട്ടുണ്ട് പറഞ്ഞില്ല. അപ്പോൾ കൃഷ്ണനെ അദ്ദേഹം മറവെച്ചു, കൃഷ്ണനെ മറച്ചു വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ. പക്ഷേ ഉദ്ധവർ ഒരവസരത്തിലും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും കൃഷ്ണനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഈവൺ ഊണും ഉറക്കം മുതൽ കൃഷ്ണനെ വിചാരിച്ചിട്ടേ ചെയ്തു. ഉദ്ധവരും അത് ചെയ്യും. പക്ഷേ ഉദ്ധവർ ഈ ഒരു തെറ്റ് ചെയ്തു. അതാണ് രണ്ടുപേരിലുള്ള ഭക്തിക്കും വ്യത്യാസം. ഒന്ന്. പിന്നെ ഭഗവാൻ എന്തിനാണ് ഇത് ചെയ്തത്? ഈ അക്രൂരൻ ദരിദ്രവനാണ്. അപ്പോൾ അക്രൂരന് ധാരാളം പണം കൊടുക്കണമെന്ന് ഭഗവാൻ മനസ്സാല വിചാരിച്ചിരുന്നു. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കുകയാണ് ചെയ്തത് അദ്ദേഹം. ഭഗവാൻ സ്വയം ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അക്രൂരന് ധാരാളം ധനം കൊടുക്കണം. അതിനുവേണ്ടി അക്രൂരനെ വരുത്തി ശ്യാമന്തകമണി അക്രൂരന് കൊടുത്തു. ഇതാണ് കഥ. ഈ അക്രൂര ഭക്തിയും പിന്നെ ഉദ്ധവർ ഭക്തിയും തമ്മിൽ ഞാൻ പണ്ടേ പറയാറുണ്ട്, ഉദ്ധവർ അക്രൂരനേക്കാൾ കുറച്ച് മുകളിലാണ്. എന്താ കുറച്ച് മുകളിലാണ് ഇപ്പോൾ വ്യക്തമായല്ലോ. പക്ഷെ വളരെ 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 കുറച്ചാണ്. ഈ ഒരു തെറ്റേ അക്രൂരനും ചെയ്തിട്ടുള്ളൂ, ഉദ്ധവർ അതും ചെയ്തിട്ടില്ല. രണ്ടുപേരെയും ശ്രീകൃഷ്ണൻ ഒരേ കണ്ണുകൊണ്ട് തന്നെയാണ് നോക്കിയിരുന്നത്. പക്ഷെ ഭക്തിയിൽ രണ്ടുപേർക്കും ഇത്രത്തോളം ഒരു വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് നാളെ പറയാം. നന്ദി. എല്ലാവരും കേട്ടതിന് വളരെയധികം സന്തോഷം.